ഹലോ ഗൈസ്, പെരുന്നാൾ ദിവസമായിട്ട് രാവിലെ തന്നെ നേരെ ഈ പള്ളിയിലൊക്കെ പോയി. ഇന്നത്തെ ഉറക്കിന്റെ ക്ഷീണം കൊണ്ട് ബാക്കത്തെ സഫറായിട്ട് ഇതിൽ വന്ന് നിശാലയും കണ്ട് ഞങ്ങൾ എല്ലാം പുറത്തേക്ക് ഇറങ്ങി. നാട്ടിലെ പ്രമുഖന്മാരെയൊക്കെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കാണുന്ന ഒരു ദിവസമാണ്. അങ്ങനെ പിന്നെ പള്ളിയുടെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി. പഴയമാതിരി എല്ലാവരും ഇല്ലെങ്കിലും കുറെ ആൾക്കാർ നാട്ടിൽ എന്ത് പറയുന്നു പെരുന്നാളായിട്ട് സമയത്ത് പോയി കിടക്കണോ? ആരായിരിക്കും പള്ളി കഴിഞ്ഞ് എല്ലാവരും കൂട്ടി ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ വിട്ടു. ഉള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. എന്റെ വ്ളോഗ് നാട്ടിനധികം ഫേമസ് അല്ലാത്തതുകൊണ്ടും പണി വരുന്ന വഴി നിശാൻ അറിയുന്നതുകൊണ്ടും ചെറുങ്ങനെ സ്കൂട്ടായി പെരുന്നാളായിട്ട് പുതിയ ഉപദേശങ്ങൾ വാങ്ങണവന്. ഒരേക്ക് വന്നാൽ ബിസ്തവെള്ളം തരാന്ന് പറഞ്ഞ് കൂട്ടി കൊണ്ടുപോയതാണ് നിശാൻ. അപ്പോഴെല്ലാം അറിയുന്ന ബിസ്തവെള്ളം നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ സാധനം വാങ്ങാൻ പോകുന്ന വഴിയാണ്. അങ്ങനെ പിന്നെ കളിക്കാനുള്ള വെള്ളത്തിന്റെ സാധനവും വാങ്ങി ഞങ്ങൾ എല്ലാം വീട്ടിലേക്ക് വിട്ട്. ഫ്രീ ആയിട്ടൊരു പ്രൊമോഷനും കിട്ടി. കൊല്ലയിലേക്ക് ഇറങ്ങി ഒരുത്തിണ്ട് വ്ളോഗിൽ മോൻ കാണിക്കില്ല നമ്മൾ തിരിഞ്ഞിരിക്കും. അവളോടുള്ള പ്രതിഷേധം കാണിച്ചു നീസിനോട് പോയി ബീഫ് കഴിയില്ല. ബീഫിന്റെ ഒരു കഷ്ണം കിട്ടാൻ കുറെ നേരം ഞങ്ങൾ വയ്യ ഇങ്ങനെ നടക്കുന്നു. ബീഫ് മാത്രം പോരാ, പായസമാണെന്ന് പറഞ്ഞ് നിൽക്കണം. പിന്നെ ഞാൻ എല്ലാം എന്റെ വീട്ടിലേക്ക് വിട്ട്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ വേറൊരാള് കൊല്ലത്തിലൊരിക്കലും വീട്ടിൽ പോയി. ഞാൻ നോക്കുമ്പോൾ എന്റെ ഒരു ഏട്ടനായിട്ട് വരും. മുഖ്യമന്ത്രിനെ കാട്ടി തിരക്കുള്ള വ്യക്തിയാണ്. കുറെ ചങ്ങായിമാരുണ്ട്, എല്ലാവരും പോകാൻ ഫുഡ് അടിക്കാം. 30 ദിവസം പട്ടിണി എടുത്ത കള കിട്ടും. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. ഏട്ടൻ പകർന്നു തന്ന അറിവല്ലേന്ന് വിചാരിച്ച് ഞാൻ ആദ്യം തന്നെ അമ്മായിന്റെ അടുക്ക് വിട്ട്. വെറുതെ പോയി അമ്മായിന്ന് വിളിച്ചൊരു വാതിൽ തുറന്നു നോക്കിയതാണ്. ഫുഡ് അടിക്കാൻ വൈകുന്നേരം വരണം പറഞ്ഞ ഒരു പായസം കുടിച്ച് അവിടെ നിന്ന് വെല്ലണം. അപ്പോൾ അതിന് നിശാലും നേസും വീട്ടിലെത്തിക്കണം. ഞങ്ങൾക്കൊരു കമ്പനിയും കൊടുത്ത്. അങ്ങനെ ഉമ്മാന്റെ ഫുഡിനെ പുകയത്തി പറഞ്ഞു പെങ്ങളാർക്ക് ഫുഡ് അടിക്കാൻ അറിഞ്ഞു ഞങ്ങൾ.